ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. പഞ്ഞി പോലത്തെ അപ്പവും അപ്പത്തിന് കറിയായിട്ട് കടലക്കറിയുടെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. ഈ അപ്പത്തിന് നമ്മൾ കള്ള്, ഈസ്റ്റ്, സോഡാപ്പൊടി, ഈനോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. തേങ്ങയും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ അപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിരാനായിട്ട് ഇടണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരി എടുക്കാം. അളവിന് ഞാൻ ഇതുപോലെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കപ്പും ഒരു ചെറിയ കപ്പും. അപ്പോൾ വലിയ കപ്പിന് 3 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ നമ്മൾ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചരി 3 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ചെറിയ കപ്പിന് 1 കപ്പ് അവൽ. ഇത് കുറച്ച് കനമുള്ള അവലാണ്. ഈ അവലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അരിയുടെ കൂടെ തന്നെ ഈ അവൽ നമ്മൾ കുതിരാനായിട്ട് ഇടണം. ഇല്ല നിങ്ങൾ കനം കുറഞ്ഞ അവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരി അരയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി അരിയുടെ കൂടെ ചേർത്ത് അരച്ചാൽ മതി. ഇത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ വേറെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ ചെറിയ കപ്പിന് 1 കപ്പ് ചവ്വരി, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് കഴുകി 5 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കാം. നമ്മൾ ഉഴുന്ന് ചേർക്കുന്നതേ ഇല്ല കേട്ടോ. ഇപ്പം നമ്മുടെ അരിയും അവലും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 5 മണിക്കൂർ കുതിർക്കണം. അതുപോലെ തന്നെ ചവ്വരിയും ഉലുവായും നമ്മൾ വേറെ പാത്രത്തിൽ കുതിരാനിട്ടിരുന്നു, അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ ചവ്വരിയും ഉലുവായും കൂടെ ചേർത്ത് അരയ്ക്കണം. അരിയുടെ കൂടെ ഇത് അരയ്ക്കരുത്, ഇത് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടുകയില്ല. അതിനുവേണ്ടി ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം ഒരു മൺകലത്തിലേക്കാണ് മാവ് മാറ്റി കൊടുക്കുന്നത്. ഇതും ഒരു നല്ല ടിപ്പാട്ടോ. നമുക്ക് ഇഡ്ഡലിയോ ദോശയോ അപ്പമോ ഒക്കെ തയ്യാറാക്കാൻ നേരത്തെ ഇതുപോലെ മൺകലത്തിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് പൊങ്ങി വരാൻ സഹായിക്കും. അതുപോലെ ടേസ്റ്റും നന്നായിരിക്കും. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും അവലും കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കണം. അരച്ച മാവ് നമ്മൾ ആദ്യം ചവ്വരിയും ഉലുവായും അരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 3 ബാച്ചായിട്ടാണ് അരച്ചത്. ആദ്യം ചവ്വരിയും ഉലുവായും അരച്ചു, രണ്ടാമതൊരു ബാച്ച് അരി അരച്ചു, മൂന്നാമതൊരു ബാച്ചും കൂടെ അരി അരച്ചു. ഇനി മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മളിപ്പോൾ 2 or 3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇഡ്ഡലി ദോശയുടെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് ഓവർ നൈറ്റ് നമുക്കിത് റെസ്റ്റ് ആകാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാത്രിയിലായിരുന്നു അരി അരച്ച് വെച്ചിരുന്നത്. രാവിലെ ആയപ്പോൾ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് കണ്ടോ, നമ്മളിതിലേക്ക് ഉഴുന്നോ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. വെറും അവലും നമ്മുടെ ഈ ചവ്വരി മാത്രമേ ചേർത്തുള്ളൂ. അതുപോലെ തന്നെ ഉലുവായും. ഇതുപോലെ നന്നായിട്ട് മാവ് പൊങ്ങാനായിട്ട് സഹായിക്കും. ഇപ്പം തണുപ്പും മഴയൊക്കെയാണ്. ഇതുപോലെ പൊങ്ങി കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ രാവിലെ ഒരു ഇച്ചിരി സോഡാപ്പൊടി ചേർക്കാം. ഞാനിവിടെ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് ഒരു 1.5 തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി മാവ് വേണ്ട, പിന്നെ ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്ത് വലുതാക്കുകയും വേണ്ട. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മൂടി വെച്ച് ഒരു 4 or 5 സെക്കൻഡ് വെന്താൽ മതി. ഇത് കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ദോശയുണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ചുട്ടെടുക്കുന്നേക്കാളും ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കുമ്പോഴായിരിക്കും നല്ലൊരു സോഫ്റ്റായിട്ടും ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാകുമ്പം അധികം ചൂടൊന്നും വേണ്ട, പെട്ടെന്ന് ദോശ റെഡിയായി കിട്ടും. ഇതുപോലെ നമുക്ക് 1.5 തവി മാവ് ഒഴിച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി.
ഇനി ഈ ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനായ കടലക്കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കടലക്കറിക്ക്. രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഈ കടല നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല നന്നായിട്ട് കുതിരണം കേട്ടോ. ഒരു 7-8 മണിക്കൂറെങ്കിലും കുതിർന്നാലാണ് കടല നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുക. പ്രഷർ കുക്കറിലേക്ക് കടല ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കരിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് വെള്ളം. ഈ കടല വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കവർ ചെയ്ത് ഒരു 4 തൊട്ട് 5 വിസിലാകുന്നിടം വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 5 വിസിലടിച്ചു. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, ആ കടലയിൽ നിന്ന് ഒരു 1.5 തവി കടല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം ചേർക്കണം. അത് എല്ലാം കൂടെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി കുറച്ച് പൊടികൾ വേണം. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു ഏലക്ക, 2 പട്ട, കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി കൂടെ എടുത്ത് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ, എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കരിവേപ്പിലയുടെയൊക്കെ നല്ല വറന്ന ഒരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണേ. സ്ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പറ്റുന്ന പോലെ ഇതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള അരപ്പാണ്. നമ്മൾ കടലയൊക്കെ കൂട്ടിയാണല്ലോ അരച്ചത്, അപ്പോൾ നല്ല ായിട്ടുള്ളൊരു മസാലയാണിത്. ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറും കഴുകി കുറച്ച് വെള്ളം, ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കുവാണെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. അതുപോലെ തന്നെ ദോശയ്ക്കോ ഇടിയപ്പത്തിനോ ഒക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വെള്ളം നമുക്ക് ഇഷ്ടാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കുക. ഇതുകൊണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആൽമോസ്റ്റ് നമ്മുടെ കറി റെഡിയായി. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കസൂരി മേത്തി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ടുള്ള കടലക്കറിയും റെഡിയായി.